മുൻനിര തദ്ദേശീയ പോരാളികളായ INS സൂറത്ത്, INS നീൽഗിരി, INS വാക്ഷീർ എന്നിവയുടെ കമ്മീഷൻ ചെയ്യൽ ചൈന പരസ്യമായി പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ ദ്രുതഗതിയിലുള്ള ആധുനികവൽക്കരണ ശ്രമങ്ങൾക്ക് മറുപടിയായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ INS സൂറത്ത് ഇന്ത്യയുടെ നാവികശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കണക്കാക്കുന്നു. അതേസമയം മൾട്ടി റോൾ ഓപ്പറേഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നീൽഗിരി ക്ലാസ് ഫ്രിഗേറ്റുകളുടെ ആദ്യ കപ്പലാണ് INS നീൽഗിരി. കൂടാതെ വെള്ളത്തിനടിയിലുള്ള യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്ന സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളിലെ അവസാനത്തേതാണ് INS വാക്ഷീർ. ഈ 3 മുൻനിര നാവിക പോരാളികളെ ഇന്ത്യ അടുത്തിടെ ഉൾപ്പെടുത്തിയത് അതിന്റെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന നാവികശേഷിയിലെ ഗണ്യമായ പുരോഗതി അടയാളപ്പെടുത്തുന്നു. വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സാന്നിധ്യമുറപ്പിക്കാനും പ്രതിരോധ നില ശക്തിപ്പെടുത്താനുമുള്ള ഇന്ത്യയുടെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തന്ത്രപരമായ നീക്കം. നൂതന സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന 3 പുതിയ മുൻനിര യുദ്ധക്കപ്പലുകളുടെ കൂട്ടിച്ചേർക്കൽ പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ ചട്ടക്കൂട് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മേഖലയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ ചലനാത്മകതയ്ക്കുള്ള പ്രതികരണമായാണ് ഇൻഡക്ഷനെ കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സ്വാധീനവുമായി ബന്ധപ്പെട്ട് നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കാനും നിർണായകമായ കടൽപാതകളിൽ നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു. ഈ യുദ്ധക്കപ്പലുകളിൽ ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന നിരീക്ഷണം, ആശയവിനിമയം, യുദ്ധം എന്നിവയ്ക്കായുള്ള അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. പ്രതിരോധ ഉൽപാദനത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ഇത് യോജിച്ചു പോകുന്നു. മറ്റ് നാവികസേനകളുമായുള്ള സംയുക്ത അഭ്യാസങ്ങളും മാനുഷിക സഹായ ദൗത്യങ്ങളും ഉൾപ്പെടെ പ്രാദേശിക സുരക്ഷാ സംരംഭങ്ങളിൽ കൂടുതൽ സജീവമായ പങ്കുവഹിക്കാൻ മെച്ചപ്പെടുത്തിയ നാവിക കഴിവുകൾ ഇന്ത്യയെ പ്രാപ്തമാക്കും. ഈ ഇൻഡക്ഷൻ സമുദ്രാധിപത്യത്തിലേക്കുള്ള കുതിച്ചുചാട്ടത്തെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്തോ പസഫിക് മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ വ്യക്തമാക്കുന്നു. ഈ കപ്പലുകളുടെ ഇൻഡക്ഷൻ വഴി ഇന്ത്യക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി, മാരിടൈം ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിപുലീകരണം. ഇന്ത്യ അതിന്റെ തുറമുഖങ്ങളും ഷിപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചറും നവീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. വലിയ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനും ചരക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി പുതിയ തുറമുഖങ്ങളുടെ വികസനവും നിലവിലുള്ളവയുടെ നവീകരണവും ഇതിൽ ഉൾപ്പെടുന്നു. സാഗർമാല പദ്ധതിയിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുറമുഖത്തെ അടിസ്ഥാനമാക്കിയുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും തീരദേശ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വ്യാപാരം സുഗമമാക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. 2. നാവികശേഷിയുടെ ശക്തിപ്പെടുത്തൽ. ഇന്ത്യൻ നാവികസേന അതിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നൂതന യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവയുടെ ഏറ്റെടുക്കലും തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ വികസനവും ഇതിൽ ഉൾപ്പെടുന്നു. മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സംരംഭങ്ങളിലൂടെ പ്രതിരോധ ഉൽപാദനത്തിൽ സ്വാശ്രയത്വത്തിന് ഊന്നൽ നൽകുന്നത് വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു. 3. അന്താരാഷ്ട്ര സഹകരണവും പങ്കാളിത്തങ്ങളും. സംയുക്ത അഭ്യാസങ്ങളിലൂടെയും പരിശീലന പരിപാടികളിലൂടെയും പ്രതിരോധ സഹകരണത്തിലൂടെയും മറ്റ് രാജ്യങ്ങളുമായുള്ള സമുദ്രബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ സജീവമായി ശ്രമിക്കുന്നു. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് പോലെയുള്ള സംരംഭങ്ങൾ സ്വതന്ത്രവും തുറന്നതുമായി ഇന്തോ പസഫിക് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക ഭീഷണികളെ ചെറുക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്നത് പാകിസ്ഥാൻ നാവികസേനയുടെ മുന്നേറ്റങ്ങളെ സന്തുലിതമാക്കാനുള്ള ഒരു മുൻകരുതൽ നടപടിയായാണ് കാണുന്നത്, പ്രത്യേകിച്ച് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ വെളിച്ചത്തിൽ. ഈ തന്ത്രപരമായ മെച്ചപ്പെടുത്തൽ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമല്ല, ദക്ഷിണേഷ്യയിലെ സൈനിക നവീകരണത്തിന്റെ വിശാലമായ പ്രവണതയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു.